ആലപ്പുഴയിലെ ടൂറിസം മേഖലയ്ക്ക് പുത്തൻ ഉണർവ് പകരുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഹൗസ് ബോട്ട് ജീവനക്കാർ. ഇവിടെ തൊഴിൽ മേഖലയായിട്ട് പിടിച്ചു നിൽക്കുന്നത് ഈ ടൂറിസം മേഖലയാണ്. ടൂറിസം മേഖലയ്ക്ക് തന്നെ നമ്മൾ പല പ്രാവശ്യം നമ്മൾ പറഞ്ഞ സർക്കാരിൻ്റെ മുന്നിലോട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ടൂറിസം മേഖലയ്ക്ക് ആലപ്പുഴയ്ക്ക് പ്രത്യേക പാക്കേജ് വേണം, അടിസ്ഥാന സൗകര്യങ്ങൾ വേണം. ഈ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ടൂറിസം മേഖല മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഈ ആയിരക്കണക്കിന് തൊഴിലാളികൾ ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൻ്റെ വിദേശ നാണയങ്ങൾ നമ്മൾ തരുന്നതുകൊണ്ടാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള വരുമാന സ്രോതസ്സ് തന്നെ നമുക്ക് ഈ ടൂറിസമാണ്. ടൂറിസത്തിനെ നമ്മളതിനെ ചെറിയ രീതിയിൽ കാണരുത്. അത് വലിയ ഒരു പ്രാധാന്യം തന്നെ ടൂറിസം മേഖലയിൽ നമുക്ക് പ്രാധാന്യം കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ടൂറിസം നമുക്ക് മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഹൗസ് ബോട്ടുകളിൽ ഇപ്പോൾ ലൈസൻസിന് വേണ്ടി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാഫും അപ്പോൾ അതുകൊണ്ട് ഈ മേഖല തച്ചുടന്ന് പോകുന്നതല്ലാതെ മിക്കവർക്ക് ഈ ലൈസൻസിൻ്റെ വിഷയമാണ്. എന്തെങ്കിലും ഒരു ചെറിയ ആക്സിഡൻറ്റുകളും കാര്യങ്ങളൊക്കെ വരാൻ നേരത്ത് ടൂറിസം പോലീസും പോർട്ട് ഓഫീസറും വന്നിട്ട് ലൈസൻസ് ഉള്ളവർ മാത്രം ബോട്ട് ഓടിച്ചാൽ മതി. അങ്ങനെയൊക്കെ വരാൻ നേരത്ത് അത് എല്ലാവർക്കും അതൊരു നോൺ ആർട്സിനാണെങ്കിലും അതൊരു ബുദ്ധിമുട്ടാണ്. ലൈസൻസ് ഉള്ളവരെ മാത്രം വെച്ചാൽ ആദ്യമായി ലൈസൻസ് ഇല്ലാത്തവരെ ഒഴിവാക്കുന്നത്. അപ്പോൾ അവരുടെ ഈ തൊഴിലാളികളുടെ ജോലിയും നഷ്ടപ്പെടുന്നൊരു അവസ്ഥയാണ്.